ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് ഫേസിന്റെ മാത്സ് എക്സ്പ്ലനേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് തന്നെയാണ് ചോദ്യങ്ങളെല്ലാം വന്നത്. നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ ആൻസർ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചോദ്യങ്ങൾ 20 എണ്ണം ഉണ്ട്. അതിൽ ഒരു 12 ചോദ്യങ്ങൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ഒരു 4 ചോദ്യങ്ങൾ കുറച്ചുകൂടെ ലെവൽ കൂടിയ ഒരു മീഡിയം ലെവൽ ചോദ്യങ്ങൾ എന്ന് പറയാം. പിന്നെ ഒരു 4 ചോദ്യങ്ങൾ അത്യാവശ്യം ഡിഗ്രി ലെവലിന്റെ സ്റ്റാൻഡേർഡിൽ വന്ന ചോദ്യങ്ങൾ എന്ന് പറയാം. അപ്പൊ 20 ചോദ്യങ്ങളിൽ 12 4 ഒരു 16 ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നെയുള്ള ഒരു 4 ചോദ്യങ്ങൾ അത്യാവശ്യം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നവർക്ക് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. മീഡിയം ലെവലിൽ പഠിക്കുന്നവർക്ക് ഒരു 16 ചോദ്യങ്ങളും ആവറേജ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഒരു 12 ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വന്ന ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ ആവറേജ് ഓഫ് 2 numbers ഈസ് എ ബി ഇഫ് 1 number ഈസ് എ ദ അതർ ഈസ്. 2 സംഖ്യകളുടെ ആവറേജ് എ ബി ആണ്. ഓക്കെ, ആവറേജ് എ ബി ആണെങ്കിൽ അവയുടെ സം എന്നത് 2ab എന്ന് എഴുതാം. സം ഈസ് ഈക്വൽ ടു 2ab ആണ് അല്ലേ? എനിക്കറിയാം സം എന്ന് പറഞ്ഞാൽ ആവറേജിനെ നമ്പർ കൊണ്ട് ഗുണിക്കുന്നതാണ്. ആവറേജ് എ ബി ആണ്, നമ്പർ 2 ആണ്. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ 2ab. 2 സംഖ്യകളുടെ സം 2ab ആണ്. അതിൽ ഒരു നമ്പർ എ ആണ്. സെക്കൻഡ് നമ്പർ കാണണം. അപ്പോൾ സെക്കൻഡ് നമ്പർ കാണാൻ എന്താ ബുദ്ധിമുട്ടിരിക്കുന്നത്? സെക്കൻഡ് നമ്പർ കാണാൻ ഈ 2 സംഖ്യകളുടെ തുക 2ab അല്ലേ? അതിൽ നിന്ന് ഒരു നമ്പറായ എ കുറച്ചാൽ രണ്ടാമത്തെ നമ്പർ കിട്ടും. അപ്പോൾ സെക്കൻഡ് നമ്പർ 2ab മൈനസ് എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 2ab മൈനസ് എ. രണ്ടാമത്തെ ചോദ്യം: ഇഫ് 2 raised to x 1024 ആണെങ്കിൽ എക്സിന്റെ വില എത്ര എന്ന ചോദ്യം. 2 raised to x 1024 ആണെങ്കിൽ എക്സിന്റെ വില നമ്മൾ പഠിക്കുന്നുണ്ട്. 2 raised to 10 ആണ് മക്കളെ 1024 അല്ലേ? 2 raised to 10ന്റെ വിലയാണ് 1024. അതിൽ നിന്ന് എക്സിന്റെ വില 10 ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. സോ 2 raised to 10 ആണ് 1024. പഠിച്ചു വെച്ചോണേ. അപ്പോൾ എക്സിന്റെ വില 10 ആണ്. ഇതൊക്കെ നല്ല സിമ്പിൾ ചോദ്യമായിരുന്നു. ഓപ്ഷൻ സി 10 ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം: റേഷ്യോ ബിറ്റ്വീൻ 3 numbers ഈസ് 2:3:4 and their sum is 27. Find the product of 3 numbers. അപ്പം 3 നമ്പേഴ്സ് ഉണ്ട്. 1 2 3 ഇങ്ങനെ 3 നമ്പേഴ്സ് ഉണ്ട്. ഈ 3 നമ്പേഴ്സിന്റെ റേഷ്യോ 2:3:4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്പർ 2x എന്നെടുക്കാം, സെക്കൻഡ് നമ്പർ 3x എന്നെടുക്കാം, തേർഡ് നമ്പർ 4x എന്നെടുക്കാം. ആണോ? ഇതിൻ്റെ എല്ലാം സം 27 ആണെന്ന് ചോദ്യത്തിലുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം 9x കിട്ടും. 9x ആണ് നമുക്ക് 27 എന്ന് കിട്ടുന്നത്. അതിൽ നിന്ന് x ഈക്വൽ ടു 27/9 3 എന്ന് കിട്ടും. x 3 ആണെങ്കിൽ എനിക്ക് ഈ സംഖ്യകളുടെ എല്ലാം പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. അതായത് 2x ഇൻറ്റു 3x ഇൻറ്റു 4xൻ്റെ വിലയാണ് വേണ്ടത്. ശരിയല്ലേ? ഗുണിക്കുമ്പം 24x³ എന്ന് വരും. ഇതാണ് തെറ്റാൻ സാധ്യത. 2x ഇൻറ്റു 3x ഇൻറ്റു 4x എന്ന് പറഞ്ഞാൽ 24x അല്ല, 24x³ ആണ്. ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 24 ഇൻറ്റു എക്സ് 3 ആണെന്നറിയാം. എക്സിൻ്റെ ക്യൂബ് 27 ആണ്, 3ൻ്റെ ക്യൂബ്. ശരിയല്ലേ? അപ്പോൾ 24 ഇൻറ്റു 27 എന്ന് വരും. ആൻസർ 648 എന്നാണ് കിട്ടുന്നത് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഇവിടെ തെറ്റാനുള്ള ഒരു സാധ്യത 2x ഇൻറ്റു 3x ഇൻറ്റു 4x നമ്മൾ അറിയാതെ 24x എന്ന് എടുക്കും. അത് 24x³ ആണെന്ന് ഓർക്കണം. എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഗുണിക്കുമ്പോൾ x³ കിട്ടുന്നത് അല്ലേ? അവിടെ ഒരു തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 648 ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം നോക്കാം. ആനന്ദ് ഈസ് ത്രൈസ് ആസ് ഗുഡ് എ വർക്ക്മാൻ ആസ് ബൊല ആൻഡ് ടുഗദർ ദേ ഫിനിഷ് എ പീസ് ഓഫ് വർക്ക് ഇൻ 15 days. ഹൗ മെനി ഡേയ്സ് വിൽ ബൊല എലോൺ ഫിനിഷ് ദ ജോബ് അല്ലേ? അപ്പം ആനന്ദ് 3 ഇരട്ടി എഫിഷ്യൻ്റ് ആണ്. ബൊല, നല്ല പേരല്ലേ?
യെസ്, ബൊലയേക്കാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അങ്ങനെയല്ലേ വായിക്കുന്നത്? ബൊല ബോല ബോല എന്തേലും ആട്ടെ. ശരി, ആനന്ദ് ബോലയേക്കാൾ 3 ഇരട്ടി എഫിഷ്യൻ്റ് ആണ്. അപ്പം ആനന്ദിൻ്റെ എഫിഷ്യൻസി 3 എന്നും ബോലയുടെ എഫിഷ്യൻസി 1 എന്നും കൊടുക്കാം. ആനന്ദിൻ്റെ എഫിഷ്യൻസി എത്രയാ? 3. കാരണം ആനന്ദ് 3 ഇരട്ടി എഫിഷ്യൻ്റാ. ബൊലയുടെ എഫിഷ്യൻസി 1 എന്ന് കൊടുക്കാം. ശരിയാണോ? അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി ഒരാളുടെ 3ഉം ഒരാളുടെ 1ഉം. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ, ആനന്ദിൻ്റെയും ബൊലയുടെയും കൂടെ എഫിഷ്യൻസി നമുക്ക് എത്ര എന്ന് കിട്ടും? എഫിഷ്യൻസി നമുക്ക് 4 എന്ന് കിട്ടും. ആണോ? അപ്പം 4 എഫിഷ്യൻസി ഉള്ള ഇവർക്ക് ഒരുമിച്ച് ജോലി തീർക്കാൻ 15 ദിവസം വേണ്ടി വന്നു. ഇതൊക്കെ നമ്മൾ ടൈം ആൻഡ് വർക്കിൽ പഠിച്ച ചോദ്യങ്ങളാണ്. എങ്കിൽ ഒരു എഫിഷ്യൻസി ഉള്ള ബൊലയ്ക്ക് എത്ര ദിവസം വേണം എന്നാണ് ചോദ്യം. 4 എഫിഷ്യൻസി ഉള്ള ഇവർക്ക് 15 ദിവസം വേണ്ടി വന്നെങ്കിൽ ഒരു എഫിഷ്യൻസി ഉള്ള ബൊലയ്ക്ക് എത്ര ദിവസം? ഉത്തരം കാണാൻ നേരെ നേരെ ഗുണിക്കണം. 4 × 15 ഡിവൈഡഡ് ബൈ 1. അതായത് നമ്മുടെ ആൻസർ 60 എന്നാണ് കിട്ടുന്നത്. 60 ദിവസം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പം ആനന്ദിൻ്റെ എഫിഷ്യൻസി 3 ഇരട്ടിയാണ് ബൊലയേക്കാൾ. അപ്പം 3 ആനന്ദിൻ്റെ, ബൊലയുടെ 1. രണ്ടുപേരുടെയും കൂടെ 4 എഫിഷ്യൻസി ഉള്ള ഇവർക്ക് ഒരുമിച്ച് 15 ദിവസം വേണ്ടി വന്നു. എങ്കിൽ ഒരു എഫിഷ്യൻസി മാത്രമുള്ള ബൊലയ്ക്ക് എത്ര ദിവസം വേണമെന്നറിയാൻ എഴുതുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, നേരെ നേരെയാണ് ചെയ്യേണ്ടത്. ടൈം ആൻഡ് വർക്കിൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് 3D ജോമെട്രി എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഒരു ക്യൂബോയിഡിൻ്റെ കേസാണ് മക്കളെ പറഞ്ഞേക്കുന്നത്, അല്ലേ? ഒരു ക്യൂബോയിഡിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഒരു ക്യൂബോയിഡ്, അല്ലേ? യെസ്, നമുക്കൊരു ക്യൂബോയിഡ് വരയ്ക്കാം. നമ്മൾ ചതുരക്കട്ട എന്ന് പറയുന്നതാണ് ഈ ക്യൂബോയിഡ്, അല്ലേ? ഓർക്കുക, വോളിയം ഓഫ് എ പ്രിസം, ഒരു പ്രിസത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. ഏതൊരു പ്രിസത്തിൻ്റെയും വോളിയം, ഏതൊരു സ്തംഭത്തിൻ്റെയും വ്യാപ്തം, അതിൻ്റെ പാദവിസ്തീർണം ഇൻറ്റു ഉയരമായിരിക്കും. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഉയരം നമുക്കറിയില്ല. ഉയരം h ആണെന്ന് വിചാരിക്കുക. ഉയരം കാണാനാണ് ചോദ്യം. ഓക്കെ, ഈ സിലിണ്ടറിൻ്റെ ബേസ് ഏരിയ നമുക്കറിയാം. ഈ സിലിണ്ടറിൻ്റെ ബേസ് ഏരിയ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ബേസ് ഏരിയ തന്നേക്കുന്നത്? ഈ സിലിണ്ടറിൻ്റെ താഴ്വശത്തെ ഏരിയ, ഈ സിലിണ്ടറിൻ്റെ താഴ്വശത്തെ ഏരിയ 25 മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വോളിയം 225 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹൈറ്റ് കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? വോളിയം ഡിവൈഡഡ് ബൈ ബേസ് ഏരിയ ചെയ്താൽ മതി. ശരിയാണോ? യെസ്, വോളിയം എന്ന് പറഞ്ഞാൽ 225, ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ 25, അല്ലേ? നമുക്ക് കിട്ടും ആൻസർ 9. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ഓർക്കുക, ഏതൊരു പ്രിസത്തിൻ്റെയും ഏതൊരു സ്തംഭത്തിൻ്റെയും വ്യാപ്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഹൈറ്റ് കാണാൻ വ്യാപ്തം ബൈ ബേസ് ഏരിയ ചെയ്താൽ മതി. അടുത്ത ചോദ്യം, നമ്മുടെ 6ാമത്തെ ചോദ്യം, ഹൗ മെനി ടേംസ് ആർ ദെയർ ഇൻ ദ AP? ഇതും എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഈ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം 4, 7, 10 എക്സെട്ര 100. ഈ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം. പദങ്ങളുടെ എണ്ണം n കാണാൻ ഇക്വേഷൻ z - a ഡിവൈഡഡ് ബൈ d പ്ലസ് 1 ആണ്. z - a ഡിവൈഡഡ് ബൈ d പ്ലസ് 1. z എന്ന് പറഞ്ഞാൽ അവസാന പദം 100, a എന്ന് പറഞ്ഞാൽ ആദ്യ പദം 4, ബൈ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 1. ശരിയാണോ? അപ്പം നമുക്ക് കിട്ടും 96 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1, അല്ലേ? 96 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 32 ആണ്. 96 ബൈ 3 ആൻസർ 33 എന്നാണ് കിട്ടുന്നത്. ഈ ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം ഓപ്ഷൻ സി 33 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ 7ാമത്തെ ചോദ്യം ഇതാണ്. ഇത് അത്യാവശ്യം ഒരു നല്ല ചോദ്യമായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മൾ ചെയ്ത ചോദ്യങ്ങളിൽ ഡിഗ്രി ലെവലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വന്ന ഒരു ചോദ്യം ഇതായിരുന്നു. അരുൺ ബോട്ട് ആൻ ഐറ്റം A and B for 192. അരുണിന് A എന്ന സാധനവും B എന്ന സാധനവും 192 രൂപയ്ക്ക് കിട്ടി. അപ്പം എയുടെ വില പ്ലസ് ബിയുടെ വിലയാണ്
192 എന്ന് പറയുന്നത്. ശരി, ഇനി പറഞ്ഞേക്കുന്ന കാര്യം, ഹി സോൾഡ് ദ ഐറ്റം എ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. എ അയാൾ 20% ലാഭത്തിന് വിറ്റു. 20% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 120/100 എക്ക് വിറ്റു എന്നല്ലേ. എയുടെ 20% ലാഭത്തിന് വിറ്റെന്ന് പറഞ്ഞാൽ 120% ഓഫ് എ ആണ് വിറ്റ വില അല്ലേ. 120% ഓഫ് എ എന്ന് പറഞ്ഞാൽ 1.2 എ അല്ലേ മക്കളെ. 120% എന്ന് പറഞ്ഞാൽ 120/100 120/100 1.2 ആ. അപ്പൊ 20% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 1.2 എ വിലയ്ക്ക് വിറ്റു എന്നർത്ഥം. പ്ലസ് ബി 20% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 80% ഓഫ് ബിക്കാണ് വിറ്റത് അല്ലേ. 80% ഓഫ് ബി എന്ന് പറഞ്ഞാൽ 80/100 ബി അല്ലേ മക്കളെ. അത് 0.8 ബി ആണ്. അപ്പം ബി വിറ്റത് 0.8 ബി വിലയ്ക്കാണ് അല്ലേ. അപ്പോൾ ആകെ അയാൾക്ക് 8 രൂപ അധികം കിട്ടി, ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ 192 + 8 200 രൂപ ഈ കച്ചവടത്തിൽ കിട്ടി എന്നർത്ഥം. അപ്പം എയുടെ വില പ്ലസ് ബിയുടെ ഒറിജിനൽ വില 192. എല്ലാ കച്ചവടവും കഴിഞ്ഞപ്പം 8 രൂപ ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ 200 രൂപ കിട്ടി എന്നർത്ഥം ആണോ. ഇനി ആദ്യത്തെ സാധനം വിറ്റത് 20% ലാഭത്തിന്. അപ്പോൾ എയുടെ 120% കാണണം 1.2 എ ആണ്. ബി വിറ്റത് 20% നഷ്ടത്തിന്. അപ്പോൾ 0.8 ബി ആണ്. ഇത് കൂട്ടുമ്പം 200 കിട്ടണം. ഇനി ഞാൻ ചെയ്യുന്നത് നമുക്കിതിൽ നിന്ന് ബി ഒഴിവാക്കി കളയണം. അപ്പം ഞാൻ ഈ ഇക്വേഷന് ഒന്നാമത്തെ ഇക്വേഷൻ എന്നും ഈ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ എന്നും പേര് കൊടുക്കുവാണ്. ഞാൻ ഇനി ചെയ്യുന്നത് ഒന്നാമത്തെ ഇക്വേഷനെ മുഴുവനായിട്ട് 0.8 കൊണ്ട് ഗുണിക്കുവാണ്. ഓക്കെ, അപ്പം എങ്ങനെ വരും? ആദ്യത്തെ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതാം. 1.2 എ പ്ലസ് 0.8 ബി ഈസ് ഈക്വൽ ടു 200. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷനെ മുഴുവൻ 0.8 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എ എന്നുള്ളത് 0.8 എ ആകും, പ്ലസ് ബി എന്നുള്ളത് 0.8 ബി ആകും, ഈസ് ഈക്വൽ ടു 192 ഇൻറ്റു 0.8 എന്ന് വരും. 192 ഇൻറ്റു 0.8 153.6 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഞാൻ അങ്ങ് കുറയ്ക്കുക. 1.2 എയിൽ നിന്ന് 0.8 എ കുറച്ചാൽ 0.4 എ എന്ന് കിട്ടും. ഇത് കുറയ്ക്കുമ്പോൾ 0 വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 46.4 കിട്ടും. അതിൽ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു 46.4 ഡിവൈഡഡ് ബൈ 0.4 എന്ന് കിട്ടും. അതായത് 464/4 എന്ന് വരും. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 116 ആണ്. അപ്പോൾ എയുടെ വില 116 ആയിരുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഇതാണ് ഇതിൽ കുറച്ച് റേഞ്ചുള്ള ഒരു ചോദ്യമായിട്ട് പറയാൻ പറ്റുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഇതും അത്യാവശ്യം ഒരു നല്ല ചോദ്യമായിട്ട് പരിഗണിക്കാം. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, 2 വർഷ കാലയളവിലേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ PR² ഡിവൈഡഡ് ബൈ 10,000. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് 2 വർഷ കാലയളവിലേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനാണ്, ഫോർ 2 years. അതുപോലെ 3 വർഷ കാലയളവിലേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മൾ വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? PR² ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 3 + R/100 3 + R/100 ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇതാണ് 3 വർഷ കാലയളവിലേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ. ഈ ഇക്വേഷൻ്റെ ഉത്തരവാണ് ഇവിടെ 61 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പോൾ 61 ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം. R² എന്ന് പറഞ്ഞാൽ 25 ആണ്, ഡിവൈഡഡ് ബൈ 10,000 ആണ് താഴെ. ശരിയല്ലേ?
ഇൻറ്റു 300 പ്ലസ് ആർ, അപ്പം 305 വരും. 305 അല്ലേ, 300 പ്ലസ് 5, 305/100 വരും അല്ലേ. സോൾവ് ചെയ്തെടുക്കാമല്ലോ. സോൾവ് ചെയ്യുമ്പം നമുക്ക് ഈ 25ഉം ഇതും കൂടെ വെട്ടിക്കളയാം. 400 വരും അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് കാണാൻ ബാക്കിയുള്ളതെല്ലാം മുകളിലേക്ക് പോകും. അപ്പോൾ 61 അവിടെ ഉണ്ട്. ഇൻറ്റു 400 ഇൻറ്റു 100 അല്ലേ, ഇൻറ്റു 100/305 വരും. ശരിയല്ലേ, 305. ഇനി നമുക്ക് 5 വെച്ചങ്ങ് വെട്ടിക്കളയാം. 5 വെച്ച് വെട്ടിയാൽ ഇത് 61 വരും. ഇത് 5 വെച്ച് വെട്ടിയാൽ 20 വരും അല്ലേ. ഇനി നമുക്ക് ഈ 61 ഈ 61 വെട്ടിക്കളയാം. ആൻസർ 400 ഇൻറ്റു 20 8000 കിട്ടും. ഓക്കെ, സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 8000. അപ്പം 3 വർഷ കാലയളവിലേക്കുള്ള വ്യത്യാസം കാണാൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 1331 മെത്തേഡിലേക്ക് ഓപ്ഷൻസ് ഇട്ട് കൊടുത്ത് ചെയ്ത് നോക്കുമ്പം എപ്പോഴാണ് വ്യത്യാസം 61 വരുന്നത് എന്ന് ചെക്ക് ചെയ്താലും മതി. അങ്ങനെയും ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. യെസ്, ഇത് ഏത് ചാപ്റ്ററിലെ ചോദ്യമാണ്? ഇത് ഏത് ചാപ്റ്ററിലെ ചോദ്യമാണ്? അപ്പം നിങ്ങൾ പറയും ഇത് സിംപ്ലിഫിക്കേഷൻ ആണ്. മക്കളെ, ഇത് LCM ആൻഡ് HCFിൻ്റെ ചോദ്യമാണ്, പ്രത്യേകിച്ച് HCFിൻ്റെ ചോദ്യമാണ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് ചോദ്യം. 6387 ഡിവൈഡഡ് ബൈ 8516, ഇത് വെട്ടിച്ചെറുതാക്കാനാണ് ചോദ്യം. ഇത് വെട്ടിച്ചെറുതാക്കാൻ നോക്കുമ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, പെട്ടെന്നൊരു സംഖ്യ 2 കൊണ്ട് പറ്റില്ല, പെട്ടെന്നൊരു സംഖ്യ കിട്ടില്ല ഇത് വെട്ടിച്ചെറുതാക്കാൻ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2 സംഖ്യകളുടെ HCF കാണണം, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ കിട്ടിയാൽ വേഗം വെട്ടിച്ചെറുതാക്കാം. ഇനി HCF കാണാൻ നമ്മളൊരു ഡിവിഷൻ മെത്തേഡ് പഠിച്ചായിരുന്നു. വലിയ സംഖ്യകളുടെ HCF കാണാൻ ഡിവിഷൻ മെത്തേഡാണ് നല്ലതെന്ന് പഠിച്ചായിരുന്നു അല്ലേ. അതിൽ ചെയ്യുന്നത് വലിയ സംഖ്യേനെ 8516, വലിയ സംഖ്യേനെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 6387 എത്ര തവണ? ഒരു തവണ 6387 ഡിഫറൻസ് എടുക്കണം. ശരിയാണോ? ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2129 എന്നാണ്. ശരിയല്ലേ? ഇനി കിട്ടിയ ശിഷ്ടം ഇതിൽ അടങ്ങുമോ എന്ന് നോക്കണം. അടങ്ങുമെങ്കിൽ ഈ ശിഷ്ടമായിരിക്കും HCF. ഞാൻ നോക്കി, ഇപ്പം 2129 ഇൻറ്റു 3 6387, അതായത് അടങ്ങും. അതായത് ഈ 2 സംഖ്യകളുടെ HCF എന്ന് പറഞ്ഞാൽ അത് 2129. അപ്പം HCF ആയ 2129 കൊണ്ട് ഇതിനെ വെട്ടുമ്പോൾ 3 തവണ എന്ന് കിട്ടും. HCF ആയി 2129 കൊണ്ട് ഇതിനെ വെട്ടുമ്പോൾ 4 തവണ എന്ന് കിട്ടും. ആൻസർ 3/4 ആണ് കറക്റ്റ്. കണ്ടോ? ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. HCFിൻ്റെ ചോദ്യങ്ങളിൽ ഇത്തരം ചോദ്യങ്ങളുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ HCF കണ്ടുപിടിക്കാൻ ഡിവിഷൻ മെത്തേഡ്, വലിയ സംഖ്യകൾ വരുമ്പം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം ഡിവിഷൻ മെത്തേഡിലേക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഡിവിഷൻ മെത്തേഡിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഡിവിഷൻ മെത്തേഡിൽ ആദ്യം HCF കാണണം. HCF എത്രയാണോ അതാണ് അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ വെച്ച് വെട്ടിക്കളയുകയാണെങ്കിൽ ഒറ്റ വെട്ടിൽ ഉത്തരം കിട്ടും. മുന്നോട്ട് വരാം. 60ാമത്തെ ചോദ്യം. ഇഫ് 20% ഓഫ് സം ഓഫ് M items is its average, then what is the value of M? ഓക്കെ, നമുക്ക് സം എന്നത് എസ് എന്നെടുക്കാം. നമ്പേഴ്സിൻ്റെ എണ്ണം ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്പേഴ്സിൻ്റെ എണ്ണം M ആണെന്ന് തന്നിട്ടുണ്ട്. കുറേ നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ എണ്ണം M, അതിൻ്റെ എല്ലാം സം എസ് എന്നങ്ങ് അസ്യൂം ചെയ്തു. അപ്പോൾ എനിക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സം ഡിവൈഡഡ് ബൈ നമ്പറാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പറാണ്. ആണോ? സം എസ് ആണ്, നമ്പർ M ആണ്. ശരിയല്ലേ? ഇനി ആവറേജ് എന്ന് പറഞ്ഞാൽ സമ്മിൻ്റെ 20% ആണ്. 20% ഓഫ് എസ് ആണ് ആവറേജ്. അപ്പോൾ 20% ഓഫ് സം എസ് എന്നല്ലേ എടുത്തത്, എസ് ആണ് ആവറേജ്. അതായത് 20/100 എസ് എന്ന് പറഞ്ഞാൽ 0.2 എസ് ആണ് ആവറേജ്. അപ്പോൾ ആവറേജിൻ്റെ സ്ഥാനത്ത് ഞാൻ 0.2 എസ് എന്ന് കൊടുത്തു. ഇത്രേ ഉള്ളൂ പരിപാടി. ഉത്തരവായി. എസ്സും വെട്ടിപ്പോയി. ഈ M കാണാൻ M മുകളിലേക്ക് വരും.
അപ്പം ഇവിടെ ഒരു 1 ഉണ്ട്, താഴെ 0.2 വരും. 1/0.2 എന്ന് പറഞ്ഞാൽ 10/2 ആണ്, എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പം 5 ആണ് ഇവിടെ എണ്ണം ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയട്ടെ മക്കളെ, സം എം നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സിൻ്റെ എണ്ണം എം ആണ്. ഈ നമ്പേഴ്സിൻ്റെ എല്ലാം സം എസ് എന്ന് എടുത്തു. അപ്പോൾ ആവറേജിൻ്റെ ഇക്വേഷൻ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണോ? ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണോ? ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ എന്ന് പഠിച്ചിട്ടുണ്ട്. സം എസ് ആണ്, നമ്പറിൻ്റെ എണ്ണം എം ആണ്. ആവറേജ് ഈക്വൽ ടു എസ് ബൈ എം എന്ന് എഴുതാം. ആണോ? ഇനി ആവറേജ് എന്ന് പറഞ്ഞാൽ 20% ഓഫ് എസ് സം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 0.2 എസ് ആണ് ആവറേജ്. അപ്പോൾ ആവറേജിന് സ്ഥാനത്ത് 0.2 എസ് എന്ന് കൊടുത്തു. ലെഫ്റ്റും റൈറ്റും ഉള്ള എസ് വെട്ടിക്കളഞ്ഞു. അപ്പം എം കാണാൻ എം മുകളിലേക്ക് പോയി, 1ൻ്റെ താഴേക്ക് 0.2 വന്നു. എം ഈസിക്കൽ 1/0.2 എന്ന് വന്നു. എം ഈസിക്കൽ ടു 5 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അത് അത്യാവശ്യം ഒരു നല്ല ചോദ്യമായിരുന്നു. കാരണം പെട്ടെന്ന് അങ്ങ് ആലോചിച്ച് കിട്ടാൻ സാധ്യതയില്ലാത്ത, അർത്ഥം മനസ്സിലാവുകയില്ലാത്തൊരു ചോദ്യമായിരുന്നു. അത് അത്യാവശ്യം നല്ല ചോദ്യമായിട്ട് പരിഗണിക്കാം കേട്ടോ. ഇനി അടുത്തത് ക്ലോക്കിൻ്റെ ചോദ്യം. ഇതും അത്യാവശ്യം നല്ല ചോദ്യമായിരുന്നു. ഡിഗ്രി ലെവലിൻ്റെ സ്റ്റാൻഡേർഡിൽ വരുന്ന ഇത്തരം ചോദ്യങ്ങളൊക്കെ ക്ലോക്കിൽ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സോ ഇത് ക്ലോക്കിൻ്റെ അത്യാവശ്യം റേഞ്ചിൽ വരുന്ന ഒരു ചോദ്യമാണ്. ദ ക്ലോക്ക് വാസ് സെറ്റ് ഓൺ മൺഡേ അറ്റ് 7:40 AM. അതായത് ഒരു ക്ലോക്ക് രാവിലെ 7:40 സമയം ശരിയാക്കി വെച്ചു. ഇഫ് ദ ക്ലോക്ക് ഗെയിൻസ് 10 minutes per hour, ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് കൂടുതലോടും ഈ ക്ലോക്ക്. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ദ ക്ലോക്ക് ഓൺ ട്യൂസ്ഡേ 11:10 AM? പിറ്റേ ദിവസം ട്യൂസ്ഡേ, തിങ്കളാഴ്ചത്തെ കാര്യം പറഞ്ഞ് പിറ്റേ ദിവസം 11:10 ആകുമ്പോൾ ക്ലോക്കിലെ സമയം എത്രയായിരിക്കും? ശരി മക്കളെ, 7:40 സമയം ശരിയാക്കി വെച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നേ? 7:40 സമയം ശരിയാക്കി വെച്ചു. പിറ്റേ ദിവസം 11:10 യഥാർത്ഥത്തിലാകുമ്പം ക്ലോക്കിലെ സമയം എത്രയായിരിക്കുന്ന ചോദ്യം. എനിക്കറിയാം ഒരു മണിക്കൂറിൽ ഈ ക്ലോക്ക് 10 മിനിറ്റ് കൂടുതലോടും. അപ്പം രാവിലെ 7:40 സമയം ശരിയാക്കി വെച്ചു. പിറ്റേ ദിവസം 11:10 AM ആകുമ്പം ക്ലോക്കിലെ സമയം എത്ര? യഥാർത്ഥ സമയം 11:10 AM ആകുമ്പോൾ ക്ലോക്കിലെ സമയം എത്ര? അപ്പോൾ ആദ്യം നമുക്ക് 7:40 ടു 11:10 എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കാം. 7:40 AM മുതൽ പിറ്റേ ദിവസം രാവിലെ 7:40 AM വരെ 24 മണിക്കൂറുണ്ട്. ശരിയാണോ? ഇനി പിറ്റേ ദിവസം 7:40 ടു 8:40 9:40 10:40 വീണ്ടും ഒരു 3 മണിക്കൂറും കൂടെ ഉണ്ട്. 10:40 കഴിഞ്ഞ് 11:10 ആവാൻ ഒരു 30 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആകെ 27.5 മണിക്കൂറാണുള്ളത്. 27.5 മണിക്കൂർ. 7:40 മുതൽ 11:10 AM വരെ 27.5 മണിക്കൂറുണ്ട്. 7:40 മുതൽ 11:10 AM വരെ 27.5 മണിക്കൂറുണ്ട്. ഒന്നുകൂടെ പറയട്ടെ. 7 AM മുതൽ പിറ്റേ ദിവസം 7:40 AM മുതൽ പിറ്റേ ദിവസം 7:40 AM വരെ 24 മണിക്കൂർ. അതാണ് 24. പിറ്റേ ദിവസം 7:40 മുതൽ 8:40 9:40 10:40 വരെ വീണ്ടും ഒരു 3 മണിക്കൂർ. അതാണ് ഈ 3 മണിക്കൂർ. 10:40 കഴിഞ്ഞാൽ 11:10 വരെ വീണ്ടും ഒരു 30 മിനിറ്റ്. അപ്പോൾ 27 30 27.5 മണിക്കൂറുണ്ട്. എനിക്കറിയാം ഈ ക്ലോക്ക് ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് കൂടുതലോടും. അപ്പം 27.5 മണിക്കൂർ കൊണ്ട് 27 × 10 അതായത് 275 മിനിറ്റ് കൂടുതലോടും. ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് കൂടുതലോടും. 27.5 മണിക്കൂർ കൊണ്ട് 27.5 × 10 275 മിനിറ്റ് കൂടുതലോടും. 275 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6×4 അല്ലേ? അപ്പം 4 മണിക്കൂറും 35 മിനിറ്റുമാണിത്. 4 മണിക്കൂറും 35 മിനിറ്റും. 6×4 240 മിനിറ്റ്. അപ്പോൾ 240 മിനിറ്റ് 4 മണിക്കൂറാണ്. പിന്നെ ഒരു 35 മിനിറ്റും കൂടെ. അപ്പം യഥാർത്ഥ സമയം
11:10 യഥാർത്ഥ സമയം 11:10 ഈ ക്ലോക്കിൽ ഒരു 4 മണിക്കൂർ 30 മിനിറ്റും കൂടെ എക്സ്ട്രാ ഓടിക്കാണും. ഒരു 4 മണിക്കൂർ 35 മിനിറ്റും കൂടെ എക്സ്ട്രാ ഓടിക്കാണും. അപ്പോൾ ഇത് കൂട്ടുമ്പം 45 വരും. 11ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 12, 1, 2, 3. ആൻസർ 3:45 എന്നാണ് ഉത്തരം കിട്ടുന്നത്. നമ്മുടെ ഉത്തരം ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നുകൂടെ പറയട്ടെ. 7:40 എന്ന സമയത്ത് ഒരു ക്ലോക്ക് ശരിയാക്കി വെച്ചു. പിറ്റേ ദിവസം 11:10 യഥാർത്ഥത്തിൽ 11:10 ക്ലോക്കിൽ എത്രയാകുന്ന. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് 7:40 മുതൽ പിറ്റേ ദിവസം 11:10 വരെ എത്ര സമയമുണ്ടെന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പം 27.5 മണിക്കൂറുണ്ടെന്ന് കിട്ടി. 1 മണിക്കൂറിൽ 10 മിനിറ്റ് എക്സ്ട്രാ ഓടുന്ന ക്ലോക്ക് 27.5 മണിക്കൂർ കൊണ്ട് 27 × 10 275 മിനിറ്റ് കൂടുതൽ ഓടും. 275 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറും 35 മിനിറ്റും കൂടുതൽ ഓടും. അപ്പം യഥാർത്ഥത്തിൽ 11:10 ക്ലോക്കിൽ 4 മണിക്കൂറും 35 മിനിറ്റും കൂടെ എക്സ്ട്രാ ഓടും. ക്ലോക്കിൽ 3:45 കാണിക്കത്തുള്ളൂ. ഇതും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ടുഡേ ഈസ് മൺഡേ. കലണ്ടറിൻ്റെ സിമ്പിൾ ചോദ്യമാണ് അല്ലേ. സോ ടുഡേ മൺഡേ ആണ്. ഇന്ന് മൺഡേ ആണെങ്കിൽ 61 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസം? ഈ 61 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കണം അല്ലേ. 7 കൊണ്ട് ഹരിക്കും കിടുന്ന ശിഷ്ടത്തെയാണ് ഒറ്റ ദിവസം എന്ന് പറയുന്നത്. സോ ഉള്ളത് 5 ഓഡ് ഡേയ്സ് ആണ്. ശരിയല്ലേ. എത്ര ഓഡ് ഡേയ്സ് ഉണ്ടോ അത് മൺഡേയുടെ കൂടെ കൂട്ടുന്നതായിരിക്കും ഉത്തരം. മൺഡേ +5 നമുക്ക് സാറ്റർഡേ എന്ന് കിട്ടും. തിങ്കളാഴ്ചയോട് 5 കൂട്ടിയാൽ കിട്ടുന്നത് സാറ്റർഡേ ആണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് സാറ്റർഡേ എന്നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സൺ കോഡിംഗ് ഡീകോഡിംഗ് എന്ന ഭാഗത്ത് നിന്നാണ്. സണ്ണിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. സണ്ണിൻ്റെ കോഡ് HFM എന്നാണ്. ഓക്കെ, അപ്പോൾ സണ്ണിൻ്റെ കോഡുണ്ട്. അടുത്തത് സ്റ്റാറിൻ്റെ കോഡുണ്ട് അല്ലേ. സ്റ്റാറിൻ്റെ കോഡ് തന്നേക്കുന്നത് HGZI എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്തിൻ്റെ കോഡാണ് മക്കളെ? കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് ഗാലക്സിയാണ് അല്ലേ. ഗാലക്സിയുടെ കോഡാണ്. ശരി, നമുക്കറിയാം ഇവിടെ ചെയ്യേണ്ടത് S 19ാമത്തെ ലെറ്ററാണ്, H 8ാമത്തെ ലെറ്ററാണ്. ഇത് രണ്ടും കൂട്ടുമ്പം 27 വരുന്നുണ്ട്. U 21ാമത്തെ ലെറ്ററാണ്, F 6ാമത്തെ ലെറ്ററാണ്. ഇത് തമ്മിൽ കൂട്ടുമ്പം 27 വരുന്നുണ്ട്. N 14ാമത്തെ ലെറ്ററാണ്, M 13ാമത്തെ ലെറ്ററാണ്. ഇത് തമ്മിൽ കൂട്ടുമ്പം 27 വരുന്നുണ്ട്. S 19ാമത്തെ ലെറ്ററാണ്, H 8ാമത്തെ ലെറ്ററാണ്. കൂട്ടുമ്പോൾ 27. T 20 ആണ്, G 7 ആണ്. കൂട്ടുമ്പോൾ 27. A 1 ആണ്, Z 26 ആണ്. കൂട്ടുമ്പോൾ 27. R 18 ആണ്, I 9 ആണ്. കൂട്ടുമ്പോൾ 27. ഇതെല്ലാം കൂട്ടുമ്പം 27 വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുമ്പോൾ 27 വരുത്തുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റർ എടുക്കുക എന്ന അർത്ഥം. അപ്പം G 7ാമത്തെ ലെറ്ററാണ്. കൂട്ടുമ്പോൾ 27 വരണമെങ്കിൽ ഇവിടെ 20 വരണം. 20 എന്ന് പറഞ്ഞാൽ T ആണ്. എന്നാലേ കൂട്ടുമ്പോൾ 27 വരത്തുള്ളൂ. A 1 ഇവിടെ Z വന്നാലേ കൂട്ടുമ്പം 27 വരുള്ളൂ അല്ലേ. അപ്പം T Z തുടങ്ങുന്ന ഓപ്ഷൻ ബാക്കിയും കൂടെ ചെയ്യണം. L 12 ആണ്. അപ്പോൾ ഇവിടെ 15 വന്നാലേ കൂട്ടുമ്പോൾ 27 വരത്തുള്ളൂ. A 1 ആണ്. അപ്പോൾ ഇവിടെ Z വന്നാലേ കൂട്ടുമ്പോൾ 27 വരത്തുള്ളൂ. X 24 ആണ്. അപ്പോൾ ഇവിടെ 3 വന്നാലേ കൂട്ടുമ്പോൾ 27 വരത്തുള്ളൂ. Y 25 ആണ്. അപ്പോൾ ഇവിടെ 2 വന്നാലേ കൂട്ടുമ്പോൾ 27 വരത്തുള്ളൂ. സോ TZOZCB ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലുക്കിംഗ് അറ്റ് എ പോർട്രേറ്റ് ഓഫ് എ മാൻ അരുൺ സെറ്റ് അല്ലേ. അപ്പോൾ അരുൺ ഒരു ഫോട്ടോ നോക്കി പറയുവാണ്. അരുൺ ഒരു ഫോട്ടോയിലുള്ള ഒരാളെ നോക്കി പറയുവാണ്. ഫോട്ടോയിലിരിക്കുന്ന ഒരാളെ നോക്കി അരുൺ പറഞ്ഞു. ഇങ്ങനെയാണ് അരുൺ പറഞ്ഞത്. ഹിസ് മദർ ഈസ് ദ വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. എൻ്റെ അച്ഛൻ്റെ മകൻ്റെ വൈഫാണ് അവൻ്റെ അമ്മ അല്ലേ. ഹിസ് മദർ ഈസ് ദ വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ അല്ലേ. അപ്പം ഈ പറയുന്നയാൾ അരുണാണ്. അരുണിൻ്റെ ഫാദറിൻ്റെ അല്ലേ. അരുണിൻ്റെ
ഫാദറിൻ്റെ സണ്ണിൻ്റെ, അതാരാ, അരുൺ തന്നെ, വൈഫാണ് അവൻ്റെ അമ്മ, ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ അമ്മ. ഇതാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഹിസ് മദർ, ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ അമ്മ എന്ന് പറയുന്നത് ഈ അരുണിൻ്റെ അച്ഛൻ്റെ മകൻ്റെ വൈഫാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ അരുണും ആ പയ്യനും തമ്മിൽ അച്ഛനും മകനുമാണ്. അറ്റ് ഹൂസ് പോർട്രേറ്റ് വാസ് അരുൺ ലുക്കിംഗ്, ആരുടെ ഫോട്ടോയാണ് അരുൺ നോക്കിക്കൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ അവൻ്റെ മകൻ്റെ ഫോട്ടോയാണ് അരുൺ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി ഈ അരുണിന് നോ ബ്രദർ നോ ഓർ സിസ്റ്റർ, സഹോദരന്മാരോ സഹോദരിമാരോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരേ ഒരു മകനാണ് അരുൺ. ഓക്കെ, അപ്പോൾ അരുണിൻ്റെ വൈഫ് മകന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഫോട്ടോയിലുള്ള ആൾ അരുണിൻ്റെ മകനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡയറക്ഷൻ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. സഞ്ജു വാസ് ഫേസിങ് ഈസ്റ്റ്, സഞ്ജു ഈസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നു. ഹി വോക്സ് 4 മീറ്റർ ഫോർവേഡ്, 4 മീറ്റർ മുന്നോട്ട് നടക്കുന്നു. സോ 4 മീറ്റർ മുന്നോട്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 4 മീറ്റർ മുന്നോട്ട് നടക്കുന്നു, മുന്നോട്ട് 4 മീറ്റർ നടക്കുന്നു. ഈസ്റ്റിലേക്ക് 4 മീറ്റർ. ആഫ്റ്റർ ടേണിങ് ടു ഹിസ് റൈറ്റ്, വലത്തോട്ട് തിരിഞ്ഞിട്ട് 3 മീറ്റർ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വലത്തോട്ടെന്ന് പറഞ്ഞാൽ താഴേക്ക്, വലത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വലത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ നടക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വലത്തോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, 4 മീറ്റർ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് അല്ലേ. 4 മീറ്റർ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 മീറ്റർ. അപ്പോൾ ആദ്യം വലത്തോട്ട് തിരിയുന്നു, വീണ്ടും വലത്തോട്ട് തിരിയുന്നു. ടേണിങ് ഹിസ് റൈറ്റ്, വോക്ക്ഡ് 3 മീറ്റർ, അഗെയിൻ ഹി ടേൺ ടു ഹിസ് റൈറ്റ് ആൻഡ് വോക്ക്ഡ് 4 മീറ്റർ. ആഫ്റ്റർ ദിസ് ഹി ടേൺ ബാക്ക്, അതിനുശേഷം അവൻ പുറകോട്ട് തിരിയുന്നു അല്ലേ. എന്നിട്ട് നിൽക്കുന്നു, പുറകോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു. ടേൺ ബാക്ക്. ഇപ്പോൾ ഏത് ദിശയിലേക്കാണ്, ഡയറക്ഷനിലേക്കാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം അവൻ നിൽക്കുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക്. ഇത് ഈസ്റ്റ് അല്ലേ മക്കളെ. സോ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ഈസ്റ്റ്. അടുത്ത ചോദ്യം എസ്, ഇത് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ ഭാഗമാണ്. WRAEKF, WRAEKF ഇതിൻ്റെ കോഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലേ. നമുക്ക് ഡബ്ല്യുവിൻ്റെ കോഡ് ഇവിടുന്ന് നോക്കി പറയാം. ദേ മക്കളെ, ഇവിടെ ഒരു W കിടപ്പുണ്ട്. ഡബ്ല്യുവിൻ്റെ കോഡായിട്ട് ഇവിടെ തന്നേക്കുന്ന 7. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡബ്ല്യുവിൻ്റെ കോഡ് 7. ഇനി ആറിൻ്റെ കോഡായിട്ട് തന്നേക്കുന്നത് ഇതാണ് 6. 6ൻ്റെ കോഡായിട്ട് 0. സോ 6ൻ്റെ കോഡ് 0. എയുടെ കോഡ് ഇവിടെയുണ്ട്. എയുടെ കോഡ്, എയുടെ കോഡ് രണ്ടാമത്തേതാണ്, അത് 5. എയുടെ കോഡ് 5. ഇനിയുള്ളത് ഇ ആണ്. ഇയുടെ കോഡ് ഇവിടെ തന്നിട്ടുണ്ട്, ഇതാണ് ഇയുടെ കോഡ്, അത് 4. ഇയുടെ കോഡ് 4. ഓക്കെ. ഇനിയുള്ളത് കെ ആണ്. കെയുടെ കോഡ്, കെ ഇവിടെയുണ്ട്, കെയുടെ കോഡ് 8. കെയുടെ കോഡ് 8. ഓക്കെ. ഇനിയുള്ളത് എഫ് ആണ്. എഫ് ദേ ഇവിടെ ലാസ്റ്റ് കിടപ്പുണ്ട്, എഫിൻ്റെ കോഡ് 2. ഓക്കെ. സോ ഇതാണ് ആൻസർ. ഏതാ മക്കളെ അത്? ഓപ്ഷൻ ഡി, 70, 54, 82. ഇതിലെ റോങ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. 6, 15, 28, 44, 66, 91. ഇതിലെ റോങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ എത്ര കൂടി? 9 കൂടി. ഇവിടെ എത്ര കൂടി? 13 കൂടി അല്ലേ. ഇവിടെ എത്ര കൂടി? 28, 38, 16 കൂടി. ഇവിടെ എത്ര കൂടി നോക്കിയേ? 21 കൂടി. 22, 44, 22 കൂടി. ഇവിടെ എത്ര കൂടി? 25. ഇവിടെ റോങ് വൺ ആയിട്ടുള്ളത് 44 മക്കളെ. അതെങ്ങനെയാണെന്ന് മനസ്സിലായാൽ, എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ കൂടിയത് എത്രയാ? 4. ഇവിടെ കൂടിയത് 3 അല്ലേ. ഇവിടെ 4 തന്നെ കൂടണം. അതായത് ഇവിടെ 17 വരണം.
ഇവിടെ 17 വന്നെങ്കിൽ ഇവിടെ 44 പകരം 45 ആകും. ഇവിടെ 45 ആയാൽ ഇവിടെ 22 പകരം 21 ആകും. അപ്പോൾ എല്ലാം ശരിയാകും. കണ്ടോ, ഇവിടെ 4 ആകും ഡിഫറൻസ്, ഇവിടെയും 4 ആകും ഡിഫറൻസ്, ഇവിടെയും 4 ആകും ഡിഫറൻസ്, എല്ലാം കറക്റ്റ് ആകും. അപ്പം 44ൻ്റെ സ്ഥലത്ത് 45 ആയിരുന്നെങ്കിൽ കണ്ടോ എല്ലാം കറക്റ്റ്. 9, 13, 17 ഇത് വരും. 21 കണ്ടോ, 25 ഓർഡർ എല്ലാം കറക്റ്റ് ആകും. ഇവിടെ 44 പകരം 45 ആണെങ്കിൽ ഇത് 9, ഇത് 13, ഈ ഡിഫറൻസ് 17. അതായത് ഇതും തമ്മിൽ ഡിഫറൻസ് 17, ഇതും തമ്മിൽ ഡിഫറൻസ് 21, ഇതും തമ്മിൽ ഡിഫറൻസ് 25. കണ്ടോ, ഈ ഡിഫറൻസ് എല്ലായിടത്തും ഒരേപോലെ 4 വരും. അപ്പോൾ ഈ 44 പകരം അവിടെ 45 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ചേരാത്തയാൾ ഓപ്ഷൻ സി ആണ് 44. ഇതും കുറച്ചൊന്ന് ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, കാരണം പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടേണ്ടതല്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ. അതായത് 6 15 9 ഡിഫറൻസ്, 15 28 13 ഡിഫറൻസ്, 28 44 16 ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 4 വരും, ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 3 വരുന്നത്. അതും കൂടെ 4 ആക്കണമെങ്കിൽ ഈ 16ൻ്റെ സ്ഥാനത്ത് 17 വരണം. ഇവിടെ 17 ആണ് വരുന്നതെങ്കിൽ ഇവിടെ 45 വരും അല്ലേ. അവിടെ 45 വന്നാൽ 22 എന്നുള്ളത് 21 വരും, ബാക്കി സെയിം ആവും അല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇവിടെ 17 വരുന്നെങ്കിൽ ഈ ഡിഫറൻസ് 4 വരും, ഇവിടെ 21 വരുന്നെങ്കിൽ ഈ ഡിഫറൻസ് 4 വരും, ഇവിടെ 21 ആണെങ്കിൽ ഇവിടെ 25 ആയതുകൊണ്ട് ഈ ഡിഫറൻസ് 4 വരും. എല്ലാം ഓർഡറിൽ വരും. അപ്പോൾ 9 വ്യത്യാസം, 13 വ്യത്യാസം, 17 വ്യത്യാസം, 21 വ്യത്യാസം, 25 വ്യത്യാസം, ഈ ഒരു ക്രമം വരണമെങ്കിൽ 44ൻ്റെ സ്ഥാനത്ത് 45 വരണം. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് അല്ലെങ്കിൽ തെറ്റായി കിടക്കുന്നത് 44 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് നല്ല ചോദ്യമാണ്. ഇതും അത്യാവശ്യം ഒരു റേഞ്ചുള്ള ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും. അതായത് ഇവിടെ ഈ സൈനുകൾ ഇൻറ്റുവും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, 2ഉം 5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 10 അങ്ങനെ തന്നെ എഴുതി, ഡിവിഷന് മാറ്റമൊന്നും വരുത്തണ്ട. ഇനി 2 എന്നുള്ളത് 5 എന്ന് മാറ്റണം, ഇൻറ്റു എന്നുള്ളത് മൈനസ് എന്ന് മാറ്റണം, 3 അങ്ങനെ തന്നെ എഴുതാം, പ്ലസ് അങ്ങനെ തന്നെ എഴുതാം, 5 എന്നുള്ളത് 2 എന്ന് മാറ്റണം, മൈനസ് എന്നുള്ളത് ഇൻറ്റു എന്ന് മാറ്റണം, 6. ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉത്തരം 11 എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ നോക്കണം. ആദ്യം നമുക്ക് ഈ ഡിവിഷൻ ചെയ്യാം. ഡിവിഷൻ ചെയ്യുമ്പോൾ 2 വരും, 2 മൈനസ് 3 പ്ലസ് 2 ഇൻറ്റു 6 12 എന്ന് വരും. അപ്പോൾ ഇത് -1 പ്ലസ് 12 എന്ന് വരും, ഈക്വൽ ടു 11 എന്ന് കിട്ടും. ഇവിടെ കിടക്കുന്ന ഉത്തരം 11 എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഒന്നാമത്തേത് കറക്റ്റാണ്. ഇനി നമുക്ക് 2 ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്യുമ്പം 5 എന്നുള്ളത് 2 എന്ന് മാറ്റി എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു എന്നുള്ളത് മൈനസ് എന്ന് മാറ്റി എഴുതണം, 4 അങ്ങനെ തന്നെ എഴുതാം, പ്ലസ് അങ്ങനെ തന്നെ എഴുതാം, 2 എന്നുള്ളത് 5 എന്നാക്കണം, മൈനസ് ഇൻറ്റു എന്നാക്കണം, 6 അങ്ങനെ തന്നെ എഴുതാം, ഡിവിഷൻ 3ഉം അങ്ങനെ തന്നെ എഴുതാം. സോൾവ് ചെയ്യാം. ആദ്യം ഡിവിഷൻ ചെയ്യുമ്പോൾ ഇത് 2 എന്ന് വരും, ഇനി ഇത് -2 വരും, പ്ലസ് 5 × 2 10 വരും, ഈക്വൽ ടു ഇതിൻ്റെ ഉത്തരം 8 എന്നാണ് കിട്ടുന്നത്. ഇവിടെ കിടക്കുന്നത് 11 എന്നാണ് തെറ്റ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഓപ്ഷൻ എ ആണ്, ഓൺലി 1, ഒന്നാമത്തേത് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. വിച്ച് വൺ ഈസ് ലാർജസ്റ്റ്? നമ്മളിത് നമ്പേഴ്സിൽ പഠിക്കുന്നതാണ്. അതായത് 3 2കൾ തന്നിട്ട് ഈ 3 2കൾ കൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യത്തേത് ബേസ് ആക്കി എഴുതണം, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പവറാക്കി എഴുതണം. അതാണ് അതുകൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് നമ്പേഴ്സിൽ നമ്മൾ നോട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇപ്പം 4 5കൾ തന്നേക്കുക. ഇങ്ങനെ 4 5കൾ തന്നിട്ട് ഈ 4 5കൾ കൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 5 അവിടെ എഴുതുക, ബാക്കി എത്ര 5 ഉണ്ടോ അതെല്ലാം പവറാക്കി ഒരുമിച്ച് എഴുതുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് 4 5കൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ. ഇനി 5 7കൾ തന്നിട്ടുണ്ട്. 5 7കൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ ചോദിച്ചാൽ ഒരു 7 ബേസ് ആക്കി എഴുതുക, ബാക്കി എത്ര 7 ഉണ്ടോ അതെല്ലാം ഒരുമിച്ച് പവറാക്കി എഴുതുക. അതുപോലെ 3 2കൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ ചോദിച്ചാൽ ഒരു 2 ബേസ് ആക്കി എഴുതുക, ബാക്കിയുള്ള 2 എല്ലാം പവറാക്കി എഴുതുക. പഠിച്ചിട്ടുണ്ട് നമ്പേഴ്സിൽ.
അടുത്ത ചോദ്യം, ഇത് ബോഡ്മാസിൻ്റെ ചോദ്യമാണ്. 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 ഇൻറ്റു 1/4 മൈനസ് 1/4. എനിക്ക് തോന്നുന്നു എക്സാമിന് ഇവിടെ പ്ലസ് അല്ല കേട്ടോ മക്കളെ, ഇവിടെ ഡിവിഷൻ ചിഹ്നമാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ മാറി കിടക്കുന്നതാണ് ഡിവിഷനാണ്. ഈ ഭാഗത്ത് ഡിവിഷനാണ്. ഓക്കെ, ഈ ഭാഗത്ത് ഡിവിഷനാണ്, അത് എഴുതിയപ്പം മാറിയേക്കുന്നതാണ്. ഇത് ഡിവിഷൻ ചിഹ്നമാണ് കേട്ടോ. യെസ്, ഇത് ഡിവിഷനാണ്. പരീക്ഷയ്ക്ക് വന്നത് ഡിവിഷനാണ്. യെസ്, ഡിവിഷനാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ ഡിവിഷൻ്റെ സ്റ്റെപ്പാണ്. ശരിയാണോ? ഇതിൻ്റെ ഉത്തരം 1/4/1/4 1 കിട്ടും അല്ലേ? അപ്പോൾ ബാക്കി 1/4 പ്ലസ് 1 ഇൻറ്റു 1/4 മൈനസ് 1/4 എന്ന് വരും. ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 1/4 പ്ലസ് 1/4 മൈനസ് 1/4 എന്ന് കിട്ടും അല്ലേ? 1/4ൽ നിന്ന് 1/4 കുറച്ചാൽ നമുക്കറിയാം 0 ആണ്. ബാക്കി വരുന്നത് 1/4 ആണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 1/4 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രിലിംസിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 12 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിരുന്നു, എല്ലാവർക്കും കിട്ടും. ഒരു 16 എണ്ണം അല്ലെങ്കിൽ 15 എണ്ണം വരെ നിങ്ങൾക്ക് അത്യാവശ്യം മീഡിയം ലെവലുള്ളവർക്കും ചെയ്തെടുക്കാമായിരുന്നു. ഒരു 3-4 ചോദ്യങ്ങളാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഈ മോഡൽ ചോദ്യങ്ങളായിരിക്കും ഇനിയുള്ള പരീക്ഷയ്ക്കും വരുന്നത്. അപ്പം നന്നായിട്ട് ഇത്തരം ചോദ്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പരീക്ഷയ്ക്ക് ഇനി നന്നായിട്ട് ഒന്നുകൂടെ ആഞ്ഞു ശ്രമിക്കുക, പരീക്ഷ ഇനിയുള്ളവർക്ക് കേട്ടോ. അപ്പം അടുത്ത പാർട്ട് വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.